മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം കാണരുത്. വളരെയധികം വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള സാന്നിധ്യം കുവൈറ്റിൽ ആദ്യ ദിവസം തന്നെ MOSന്റെ സാന്നിധ്യം വഴി ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലൂടെ സമയബന്ധിതമായി ബന്ധുക്കളുടെ ദുഃഖത്തിന് അവർക്ക് സമാധാനവും തലോടലും ഒക്കെ ചൊരിഞ്ഞുകൊണ്ട് മരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായി ഭൗതികാവശിഷ്ടം അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. അതിൽ ആളെണ്ണം അല്ല കാര്യം, ഒരാളാണെങ്കിൽ പോലും കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങി വെച്ച് അതിന്നും ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ഒരു ചെറിയ പോറിലേറ്റാൽ നമുക്ക് വേദനിക്കും എന്നുള്ളതിന് തെളിവാണ് കേരളം മൊത്തം, ഭാരതം. ഇതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളും ഒക്കെയും ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിന്റെ കൂടെ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത്. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്ക് ഓരോ ചുമതലകളുണ്ട്.
അത് കൃത്യമായി രാജ്യത്തിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിന്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ MOS അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം. ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും. പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ? അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുകയും പറയും. അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കില്ല. വേഗത്തിലായില്ലേ? നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ, ഒരു വിമർശനത്തിനും ഇടം നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതവര് പറഞ്ഞോട്ടെ. അവര് പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതവര് പറഞ്ഞോട്ടെ. ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല. അത്രയും. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി കുവൈറ്റിൽ ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് രൂപം നൽകുകയുണ്ടായി. അതിന് നേരിട്ട് നേതൃത്വം നൽകാനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈറ്റിലെത്തി. അദ്ദേഹം അവിടെ എല്ലാ ആശുപത്രികളിലും പരിക്ക് പറ്റിക്കിടക്കുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ലഭിക്കുന്ന ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കുവൈറ്റിലെ വിദേശകാര്യമന്ത്രി, കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള വ്യക്തി, ഇവരെല്ലാവരെയും നേരിട്ട് കാണുകയും കുവൈറ്റ് സർക്കാർ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കാം എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ വിമാനത്തിൽ മൃതദേഹങ്ങളെ ോടൊപ്പം തന്നെ അതിനെ അനുഗമിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയും ഇവിടെ എത്തിച്ചേരുകയാണ്. ഇങ്ങനെയൊരു കാര്യം നടക്കുമ്പോൾ ഇത് രാജ്യത്തിന് മുഴുവൻ ദുരന്തമാണ്, രാജ്യത്തിൻ്റെ മുഴുവൻ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമം, ആ ശ്രമം വേദനാജനകമാണ്. ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും അത് പാലിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്.